എടോ ജോക്കേ, എടാ ഒന്ന് പെട്ടെന്ന്. അയ്യോ ഇതാണ് കേസ് അവൻ്റെ വീട്. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് വേഗം പോകാം. ഇതിപ്പോൾ വലിയ പ്രശ്നമായല്ലോ. നമുക്ക് വേഗം ജാക്കിനെ വിളിക്കാം ഗൈസ്. അയ്യോ ഇതേ അവിടെ നിപ്പുണ്ട് എന്തായാലും ജാക്ക്. ഞാനെന്തായാലും വേഗം അവനെ വിളിക്കട്ടെ. അയ്യോ എടാ ജാക്കേ ഒരു പ്രശ്നമായടാ. എൻ്റെ ബാറ്റ് മൊബൈല് ഒരാൾ മോഷ്ടിച്ചടാ ജാക്കേ. എന്ത് പറ്റി ബാറ്റ്മാനെ? എന്തു പറ്റി? എന്താണെങ്കിലും നമ്മുടെ അടുത്ത് പറ. ഇപ്പോൾ തന്നെ പ്രശ്നം സോൾവ് ചെയ്ത് തന്നേക്കാം. ആന്നേ എന്താണെന്ന് വെച്ചാൽ പറ. എടാ ജാക്കേ, എൻ്റെ ബാറ്റ് മൊബൈൽ ഉണ്ടല്ലോ, ആ ജോക്കർ എന്ന് പറയുന്നവൻ മോഷ്ടിച്ചുകൊണ്ട് പോയടാ. അവന് ഏത് തന്ത്രത്തിലാണെന്ന് അറിയാൻ മേല എൻ്റെ ബാറ്റ് മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇനി അതെങ്ങനെ തിരിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ ജാക്കേ. എന്തോന്ന്? വണ്ടി അടിച്ചു മാറ്റിയെന്നോ? ഇത് അവനല്ലേ, ആ ജോക്കർ അടിച്ചു മാറ്റിയല്ലേ? എടാ ഷിൻചാനെ, ഇപ്പം എനിക്ക് മനസ്സിലായടാ. എടാ ഇത് മറ്റേ ജോക്കർ അല്ലടാ. അതായത് നമ്മുടെ ടോമിയെ അവൻ കൊല്ലാൻ നോക്കിയവൻ ആ ജോക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചേക്കണ്ണ, നിങ്ങൾ പറഞ്ഞു ശരിയാ. എനിക്കും തോന്നുന്നു ആ ജോക്കറാണ്. എനിക്ക് തോന്നുന്നു നമ്മളിനിയിപ്പോൾ ഇവനെ വെറുതെ വിടരുതെന്ന്. ആടെ ഷിൻചാനെ, നീ എന്തായാലും പറഞ്ഞ കറക്റ്റാ. ഇന്ന് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതെ ബാറ്റ്മാനെ, നീ എന്തായാലും ഇവിടെ തന്നെ നിന്നു. എന്തായാലും ഇന്നിനിപ്പോൾ ആ ജോക്കറിൻ്റെ കഥ കഴിഞ്ഞു. ഞാൻ എന്തായാലും വേഗം അവനെ തീർക്കാനായിട്ട് പോയിട്ട് വന്നേക്കാം. അല്ല, ഞാനിങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അല്ല ഈ ബാറ്റ്മാൻ്റെ ജോക്കറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? നമുക്ക് ജോക്കർ എവിടെ ഉള്ളതെന്ന് അറിയില്ലല്ലോ. യെസ്, നമുക്കെന്തായാലും ബാറ്റ്മാൻ്റെ അടുത്ത് ചോദിക്കാം. എടാ ബാറ്റ്മാനെ, നിനക്ക് അവൻ്റെ ലൊക്കേഷൻ അറിയാമോ? അല്ലാണ്ട് പിന്നെ നമ്മളിപ്പോൾ എവിടെ പോയി നോക്കാനാ? ലൊക്കേഷനൊക്കെ എനിക്കറിയാടാ. ലൊക്കേഷനൊക്കെ ഞാനേ നമ്മുടെ ബാറ്റ് മൊബൈലിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചിപ്പ്. ആ ചിപ്പിൽ എപ്പോഴും അതിൻ്റെ ലൊക്കേഷൻ കാണിക്കും. ലൊക്കേഷൻ ഞാനെന്തായാലും നിനക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. നീ എന്തായാലും അത് ട്രേസ് ചെയ്ത് പൊക്കോ. ആടെ ബാറ്റ്മാനെ, ഞാനെന്തായാലും അത് നോക്കി പൊക്കോളാം. ഞാനെന്തായാലും നമ്മുടെ ബൈക്കാണ് എടുക്കുന്നത്. ആ ബാറ്റ് മൊബൈൽ നമുക്കെങ്ങനെയും എടുത്തുകൊണ്ട് വരണം. കാരണം നമ്മുടെ ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈലാണേ, നമുക്ക് തിരിച്ചു കൊടുക്കണം ഗേസ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും വേഗം അങ്ങോട്ടേക്ക് പോവാം. ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ് അതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. നമുക്കെന്തായാലും ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം വേഗം. ഇതാ അവിടെ കാണാമല്ലോ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇതാ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ ബസ് പോയല്ലോ. ബസ്സിലെങ്ങനെ കയറിപ്പോയോ? ബാറ്റ് മൊബൈൽ അങ്ങനെ ഇട്ടേച്ച് പോയില്ല ഗീസ്. അതൊരു റെയർ കാറാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഗീസ് ബാറ്റ് മൊബൈൽ. ഞാനെന്തായാലും ആ ജോക്കർ ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അവൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഈ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇല്ല ഗൈസ്. എന്നാലും ഇതവണ എവിടെ പോയി? ബാറ്റ്മാൻ ഇവിടെ ആണല്ലോ ലൊക്കേഷൻ പറഞ്ഞ്. ഒരു മിനിറ്റ് ഗീസ്. നമ്മുടെ മുകളിൽ കണ്ടോ ഗീസ്, അവിടെ ഒരു കാറ് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ബാറ്റ് മൊബൈലേ അതുപോലെയാണ് ഉള്ളത്. എനിക്ക് ബാറ്റ് മൊബൈലാണെന്നാണ് തോന്നുന്നത്. കയറ്, ഒന്ന് വേഗം കയറ്റ്. പക്ഷേ ഇത് കയറ്റാനും പറ്റുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്, ആ വേലിയിൽ കൂടെ ഇറക്കാം. ഞാനത് മറന്നുപോയി. ആ വേലി അവിടെ കൊണ്ട് തീരുന്നുണ്ട് ഗീസ്. കണ്ടോ, ഇവിടുന്ന് ആ സ്റ്റെപ്പിൽ കൂടെ ഇറക്കാം നമുക്ക്. കയറ്റാം. അത് ബാറ്റ് മൊബൈലാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ജോക്കറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ഗീസ്. അപ്പോൾ നമുക്കെന്തായാലും വേഗം മുകളിലേക്ക് കയറ്റാം വണ്ടി. ഇത് അവിടെ നിൽക്കണം. അയ്യോ വണ്ടി ഇടിച്ചേ, എൻ്റെ അമ്മേ. ഗൈസ്, നൈസിനും നമ്മുടെ ബൈക്കൊന്ന് ഇടിച്ചു. അയ്യോ, ഇപ്പോൾ സീനില്ല. നമ്മുടെ ബൈക്ക് തന്നെ ഇടയിൽ പോയിട്ടുണ്ട്. ഇതേ ജോക്കറല്ലേ ഇത്? ഇതാ ജോക്കറേ, നീയല്ലേടാ ഞങ്ങളുടെ ടോമിനെ കൊല്ലാൻ നോക്കിയത്? ഇപ്പോൾ അതേ ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈൽ അടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണോടാ നീ? എന്താടാ നോക്കണേ? അപ്പോൾ നീയാണോടാ എന്നെ തടയാൻ വന്നിരിക്കുന്നവൻ? അത് ശരി, നീയാ ബാറ്റ്മാൻ്റെ ആളാ? ഇന്ന് നിന്നെ ഒരു വഴിയാക്കുന്നുണ്ടടാ. ഇന്ന് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. എനിക്ക് തോന്നി ഇതിൻ്റെ പിന്നിലും ചിലപ്പോൾ നീ തന്നെ ഉണ്ടാകുമെന്ന്. നീ ഇങ്ങോട്ട് വരുമെന്നും എനിക്ക് അറിയാമായിരുന്നടാ. നിന്നെ ഇന്ന് തീർക്കാൻ പോവാടാ. എൻ്റെ കയ്യിൽ നിറയെ വെപ്പൺസ് ഉണ്ടടാ. നീ എന്താടാ വിചാരിച്ചത്? അന്ന് എന്നെ നീ ഇടിച്ചിട്ടൊന്നും പറഞ്ഞുകൊണ്ടേ ഞാനങ്ങോട്ട് തോറ്റു പോയെന്നാണോ? ഇന്ന് നിന്നെ വെറുതെ വിടില്ലടാ ജാക്കേ. നിൻ്റെ നെഞ്ചത്തി ബുള്ളറ്റ് കയറൂടാ. നീ എന്ത് ചെയ്യൂടാ എന്നെ? ഗൈസ്, ഇവൻ്റെ കയ്യിൽ വെപ്പണൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് ഇവൻ അറ്റാക്ക് ചെയ്യാം. എന്താടാ ജോക്കറേ, നീ എന്താടാ എന്നെ പേടിപ്പിക്കണം? ഇന്ന് പിടിച്ചോളാ. ഇത് കിടക്കണോ അവിടെ ഗൈസ്? കിടന്നു പോയവൻ ഗൈസ്. അപ്പം നമ്മൾ ജോക്കറിനെ തട്ടിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇവരുണ്ടല്ലോ അങ്ങനെ അത്ര പെട്ടെന്ന് മരിക്കുന്നവരൊന്നും അല്ല. ഇവർക്ക് കുറേ പവേഴ്സൊക്കെ ഉണ്ട്. ഇവരങ്ങനെയൊന്നും മരിക്കത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബാറ്റ് മൊബൈലും കൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം ഗൈസ്. സംഭവം അടിപൊളിയാണ് ഗൈസ്. അയ്യോ, ഇവിടെ കുടുങ്ങി. നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാം ഇവിടുന്ന്. വരുന്നില്ലല്ലോ ഗൈസ്. ഇതെങ്ങനെ എടുക്കും ഇനിയിപ്പോൾ ഗൈസ്? അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെയോ അതവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും വേഗം ഇതും കൊണ്ട് വീട്ടിലേക്ക് പോവാം ഗൈസ്.
ഇത് ഫ്രണ്ട് കൊണ്ട് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ബാക്ക് എടുക്കാം. ഓക്കെ, ഇനി പെട്ടെന്ന് നമുക്ക് ഇറക്കാം. തിരിക്ക്. ഓ നൈസിന് ഗൈസ്, ഇത് എടുക്കാൻ പാടാം. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ ശ്രമിക്കാം. ഇത് പറ്റുന്നില്ല ഗൈസ്. ഓ വീണ്ടും അങ്ങനെ വണ്ടി കുടുങ്ങുമെന്നാണ് തോന്നണേ. വണ്ടി കുടുങ്ങല്ലേ. അയ്യോ ഇത് ഇടിച്ച് ഗൈസ്. വണ്ടി വീണ്ടും ഇടിച്ച്. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്ക് കൊണ്ട് ഇറക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ പയ്യെ ബാക്ക്. വീണ്ടും ഞാൻ ഇടിക്കുകയാണല്ലോ. വണ്ടിക്കൊന്നും പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബാക്ക് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ്. നമുക്കെന്തായാലും ഈ വണ്ടിയും കൊണ്ട് പെട്ടെന്ന് പോവാം. ഒരു ഡ്രിഫ്റ്റൊക്കെ അടിക്കാം. അടിക്കുക ഡ്രിഫ്റ്റ് ഗൈസ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. വണ്ടി സെറ്റാണ് കേട്ടോ ഗൈസ്. അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ബാറ്റ് മൊബൈൽ ഓടിക്കുന്നത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സംഭവം നൈസായിട്ടുണ്ട് ഗൈസ്. ഇത് ഒരു കാറ് തന്നെയാണോ? എൻജിനൊക്കെ നോക്കണം ഗൈസ്. അടിപൊളിയാണ്. എൻജിനല്ല, സോറി, നമ്മുടെ സ്റ്റിയറിങ്ങും അകമൊക്കെ കാണണം. നിങ്ങളെന്തായാലും സെറ്റ് സാധനമാണ് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം ഗൈസ്. ഇനി ആ ജോക്കർ നമ്മളെ ശല്യം ചെയ്യില്ലെന്ന് എനിക്കറിയില്ല ഗൈസ്. അവനെന്തായാലും മരിച്ചിട്ടുണ്ടാകത്തില്ല, അതെന്തായാലും നല്ല ഉറപ്പാണ് ഗൈസ്. അപ്പോൾ ആ ജോക്കർ നമ്മളെ ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഈ കാറൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കെന്തായാലും വീട്ടിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മളിതാ വീടൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും വണ്ടി സേഫായിട്ട് അകത്തേക്ക് കയറ്റാം ഗൈസ്. നമ്മളെന്തായാലും വണ്ടി അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ബാറ്റ്മാൻ അവിടെ നിൽപ്പുണ്ടോ ഗൈസ്? അവിടെ നിൽപ്പുണ്ടായിരിക്കും. ബാറ്റ്മാൻ ഇപ്പോൾ കണ്ട് അതിശയിച്ച് പോവും ഗൈസ്. എന്നാലും ഞാൻ ബാറ്റ്മാൻ്റെ ബാറ്റ് മൊബൈൽ ഓടിച്ചു. അയ്യോ ഇടിച്ച്. സീനൊന്നും ഇല്ല ഗൈസ്, ഇതൊന്നും സീനൊന്നും ഇല്ല. നമ്മുടെ ബാറ്റ്മാൻ അവിടെ നിൽപ്പുണ്ട്. നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഞാനെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എടാ ബാറ്റ്മാനെ, ഇത് കണ്ടോ? ഞാൻ നിൻ്റെ ബാറ്റ് മൊബൈലേ അതേ സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടടാ. നീ ഇവിടെ കൊണ്ട് ഇടിച്ചതൊക്കെ ഞാൻ കണ്ട്. ഇടിപ്പിച്ചതൊക്കെ ഞാൻ കണ്ടായിരുന്നു. അയ്യോ ബാറ്റ്മാനെ, അത് പിന്നെ അറിയേണ്ടൊരു അബദ്ധം പറ്റിയതാ. സീനില്ലെന്ന് വിചാരിക്കുന്നു, അല്ലേ ബാറ്റ്മാനെ? കുഴപ്പമില്ല. നീ എന്തായാലും ആ ജോക്കറിനെ എന്ത് ചെയ്തു? ആ ജോക്കറിനെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കി. പക്ഷേ അവരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല. കാരണം അവർക്ക് കുറേ പവേഴ്സൊക്കെ ഉണ്ട് ബാറ്റ്മാനെ. അപ്പോൾ ഇവിടെ ഷിൻചാനെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ വണ്ടി? അപ്പോൾ ഗൈസ്, ഇതേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും ബൈ.